വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളിയിലെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന പ്ലക്കാർഡും പോസ്റ്ററും ഒക്കെ പിടിച്ച് ഒരു കൂട്ടം ആളുകൾ ദിനത്തിലേക്ക് ഇറങ്ങും. ഉത്തർപ്രദേശിലാണ്. ബംഗ്ലാദേശിലെ പോലെയോ നേപ്പാളിലെ പോലെയോ എന്തൊക്കെയോ കരുതി കൂട്ടി ഇറങ്ങിയതാണെങ്കിൽ അതിനുള്ള മറുപടി ഇതാണെന്ന് പറഞ്ഞിട്ട് ഉത്തർപ്രദേശ് ഭരണകൂടം അതിനെ കൃത്യമായി നേരിട്ടു. എന്തായിരിക്കും അവരുടെ ലക്ഷ്യം? ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പാറ്റേൺ കാണുന്നുണ്ട്. ആ പാറ്റേണിന് ഉദാഹരണത്തിന് ശ്രീലങ്ക, അതേപോലെ തന്നെ ബംഗ്ലാദേശ്, ഇപ്പം നേപ്പാൾ, അത് കഴിഞ്ഞതിന് ശേഷം ലഡാക്ക്, അതിനുശേഷം ഒരു സമാനമായൊരു സാധനമാണ് ഇപ്പോൾ ഈ ഐ ലവ് മുഹമ്മദ് സാധനം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഈ ശ്രീലങ്കയിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെയോ നേപ്പാളിലെയോ അവസ്ഥ അത്ര ഒരു അവസ്ഥയല്ല ഇന്ത്യയിലുള്ളത്. ഇന്ത്യയിൽ ഉള്ളൊരവസ്ഥ ഇത് കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സംഗതി വർഗീയ കലാപങ്ങളാണ്. ഇന്ത്യയുടെ ഒരു സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഇപ്പം പഹൽഗാം പോലും അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു മുസ്ലിം സംഘടനത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഇന്ത്യയുടെ വളർച്ച, ഇപ്പോൾ ഇന്ത്യ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ്. ഇപ്പോൾ അങ്ങനെ ഫസ്റ്റ് ക്വാർട്ടറിൽ നമ്മളുടെ GDP എന്ന് പറഞ്ഞാൽ 7.8 ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു ഒരു ഗ്രോത്തിനെയും അതോടൊപ്പം തന്നെ ഒരു കുതിച്ചുചാട്ടത്തെയൊക്കെ പിടിച്ച് പുറകിലേക്ക് വലിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ ചില ശക്തികളുടെ ഫോഴ്സസിനെ നമുക്ക് ഇതുകൊണ്ട് കാണാൻ പറ്റും. ഏത് ഫോഴ്സസ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിനുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിലില്ല. പക്ഷേ ഈ ഒരു പാറ്റേൺ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പം ഉത്തർപ്രദേശിൽ നടന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഐ ലവ് മുഹമ്മദ് എന്ന് ഒരിക്കലും ഒരു പ്രൊട്ടസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. അതെ അല്ലേ? അതെ. അത് ഇപ്പം ഐ ലവ് മുഹമ്മദ് ആണെങ്കിലും ഒരാൾക്കൊരാളെ ഇഷ്ടമാണ്. ഇപ്പം യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ OICയുടെ ഒരു ചെറിയൊരു പ്രസ്താവനയാണ് പിന്നാലെ വന്നത്. അതെന്തിനാണ് ഇങ്ങനെ ആൾക്കാർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഉണ്ടായത്. മാത്രമല്ല ഇത് ഉണ്ടാകാൻ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ നബിദിന ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് കാൺപൂരിൽ ഒരു ടെൻറ്റിൻ്റെ പുറത്ത് ഈ സാധനം കൊണ്ടുവയ്ക്കുകയും അത് പോലീസ് മാറ്റുകയും പിന്നീട് അത് അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കുകയും ചെയ്ത് പോലീസ് ഒരു FIR ഇടുകയും ചെയ്തു. ഈ FIR ഇട്ടതിൻ്റെ പിന്നാലെയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കാനായിട്ടാണ് ഈ ആഹ്വാനങ്ങൾ വരുന്നത്. ഈ ആഹ്വാനം വന്ന് ഇത് UP-യിൽ മാത്രമല്ല വിഷയം ഉണ്ടായത്, ഗുജറാത്തിലുണ്ടായി, മധ്യപ്രദേശിലുണ്ടായി, ആന്ധ്രയിലുണ്ടായി, കർണാടകയിലുണ്ടായി. അപ്പോൾ ഇതെല്ലായിടത്തും ഒരേ സ്വഭാവത്തിൽ എല്ലായിടത്തും ഈ ഐ ലവ് മുഹമ്മദ് ഒരു പ്രൊട്ടസ്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലൊരു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ സീസൺ എന്ന് പറയുന്നത് നവരാത്രി മഹോത്സവത്തിൻ്റെ കാലം കൂടിയാണ്. അപ്പോൾ അത് ഇങ്ങനൊരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഹിന്ദു മുസ്ലിം സംഘർഷം അല്ലെങ്കിൽ ആ ഒരു സംഘടനത്തിലേക്ക് ഇന്ത്യയെ മുഴുവൻ കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ എവിടെയോ നടക്കുന്നതായിട്ട് നമുക്ക് ഇതിനകത്തൊരു സൂചന കാണുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് തന്നെ തക്കീർ രാസ എന്ന് പറയുന്ന ഒരു മൗലാന തക്കീർ രാസ, അദ്ദേഹമാണ് നേരത്തെ ആഹ്വാനം ചെയ്യുന്നത് ഈ ഫ്രൈഡേ പ്രേയേഴ്സ് കഴിഞ്ഞ് ഇസ്ലാമിയ ഗ്രൗണ്ടിലേക്ക് വരണമെന്നുള്ളത്. പക്ഷെ പിന്നീട് അദ്ദേഹം തന്നെ പിൻവലിച്ചു. അവസാന നിമിഷം അങ്ങനെ വേണ്ട എന്ന് നിശ്ചയിച്ചപ്പോഴത്തേക്കും ഒരു വിഭാഗം ആൾക്കാർ, മിക്കവാറും നല്ല ശതമാനം ആൾക്കാർ പിന്നെ ഈ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പിരിഞ്ഞുപോയി. അതിനകത്ത് ഒരു വിഭാഗം ആൾക്കാർ വീണ്ടും ഈ ഇസ്ലാമിയ ഗ്രൗണ്ടിലേക്ക് നീങ്ങുകയും, മാത്രമല്ല പ്രകടനത്തിനുള്ള അനുവാദവും ഇല്ല. അപ്പൊ സംഘടിച്ചാൽ നമുക്കത് നടത്താമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അവരെ അതിലേക്ക്. അതെ. എന്നിട്ട് ബാരിക്കേഡ് കിടക്കാൻ ശ്രമിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പൊതു മീറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് പെർമിഷൻ എടുക്കണമല്ലോ. അതെ. അപ്പോൾ ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് പോലീസുമായിട്ട് ചർച്ച ചെയ്തിട്ട് തന്നെയാണ് ഈ തക്കീർ രാസ ഈ ആഹ്വാനം പിൻവലിച്ചത്. എന്നിട്ടും ഇത് മുമ്പോട്ട് പോവുകയും യാതൊരു നേതൃത്വവും ഇല്ലാതെയാണ് പോകുന്നത്. അങ്ങനെയാണ് ഈ പോലീസ് വരെ നേരിടുകയും ഈ അടിയുണ്ടാവുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഗുജറാത്തിൽ സംഭവം ഉണ്ടാകുന്നു, ഹൈദരാബാദിൽ വിഷയം ഉണ്ടാകുന്നു, കർണാടകയിലുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും, ഇപ്പോൾ തെക്കേ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ബലപ്പെടുന്നത്. അത് ഇപ്പോൾ ഉദാഹരണത്തിന്, കാരണം ഇപ്പം വളരെ എളുപ്പമാണ് ഒരു പ്രക്ഷോഭം ഉണ്ടാക്കിയിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് വളരെ അനായാസമായിട്ട് ഇത് സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അത് ഇപ്പം ലഡാക്കിലെ സംഭവം
ഉദാഹരണം അതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സോനം വാങ്ചുക് അറസ്റ്റിലായി. അതെ. അപ്പോൾ അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം ഒരു വയലൻസിനെ ഇളക്കി വിടുന്ന വ്യക്തിയാണെന്ന്, കാരണം നമ്മൾ ഈ 3 Idiots എന്നുള്ള സിനിമയ്ക്ക് ശേഷമാണ് ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സർഗാത്മകമായിട്ടും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതും അതേപോലെ തന്നെ ഒരു ഗാന്ധിയൻ സമീപനമൊക്കെ എടുക്കുന്ന ഒരു നേതാവാണെന്നാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രസംഗം അതല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഈ ഉപവാസം വരുന്ന 2 പേരെ ആശുപത്രിയിലാവുകയും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇത് മാറുന്നു, പെട്ടെന്ന് ഇവരുടെ കയ്യിൽ നിന്ന് ഇത് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ഇതങ്ങോട്ട് ഒരു എന്താ പറയുക, ഒരു കാട്ടുതീ പോലെ പരക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു പൊതു സ്വഭാവമായിട്ട് ഇപ്പം മാറുന്നുണ്ട്. അത് നമ്മൾ എല്ലായിടത്തും ഉള്ള പിന്നെ ഈ പ്രക്ഷോഭങ്ങളെ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റുകൾ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ അമേരിക്കയിൽ ഈ സമീപകാലത്ത് നിന്ന സംഗതി. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനവും അതോടൊപ്പം തന്നെ അതുവരെ ഉണ്ടാകുന്നൊരു ഫ്രസ്ട്രേഷനുണ്ട്. ഈ ഫ്രസ്ട്രേഷനെ ഇങ്ങനെ ഒരു പരിധി വരെ ഇങ്ങനെ ആളിക്കത്തിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ധനം കൊടുത്ത് കൊണ്ടുവരിക, കുറച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റേജിലെത്തിയിട്ട് അവിടെ കൊണ്ട് ഇഗ്നേറ്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മുടെ പല സ്ഥലങ്ങളിലും കാണുന്നത്. ഇപ്പോൾ ഇവിടെയും ഈ ലഡാക്കിൽ സംഭവിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അവിടെ ഒരു കലാപം ഉണ്ടാവണമെന്ന് സോനം വാങ്ചുക് ധരിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ ഒരു അൺട്രസ്റ്റ് പതുക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട് പ്രവർത്തനം കൊണ്ട്. എന്നിട്ട് ആ ഒരു അൺട്രസ്റ്റിനെ തൊഴിലില്ലായ്മ ആയിക്കോട്ടെ, മറ്റു പല ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റേറ്റ് ഹുഡ് വേണമെന്നുള്ള ആവശ്യമായിക്കോട്ടെ, ഇതിനൊരു അൺട്രസ്റ്റിൻ്റെ അവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഇതിനെ തീ കൊളുത്തുകയാണ് ചെയ്യുന്നത്. ഈ തീ കൊളുത്തുന്ന പ്രക്രിയയിലേക്കും അതോടൊപ്പം തന്നെ ഈ ചില യാഥാർത്ഥ്യങ്ങളെ കണക്കിലെടുത്തിട്ട് ആ യാഥാർത്ഥ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഫ്രസ്ട്രേഷൻ അതല്ലെങ്കിൽ ആ ഒരു ഭയങ്കര അസഹിഷ്ണുത വളർത്തിയെടുത്തുകൊണ്ട് വരികയും ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ പിന്നിൽ വളരെ ആസൂത്രിതമായ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കത് സംശയത്തോടെ നോക്കിയിരിക്കേണ്ടത്. അതിൽ നമുക്ക് കണ്ടില്ല എന്ന് വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഒരു ജെൻസി പ്രക്ഷോഭം പോലെ ഒന്ന് സംഘടിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു ബേസിക് അല്ലെങ്കിൽ അവർക്കൊരു പ്രചോദനം എന്ന് ബംഗ്ലാദേശിൽ നിന്നും നേപ്പാളിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചല്ലേ. ഒരു പക്ഷേ ഈ പറയുന്ന കൂടുതൽ ഭൂരിപക്ഷമുള്ള ആളുകളാണെങ്കിലും മുന്നിലേക്ക് ഈ യുവാക്കളെ ഇറക്കിയിട്ടുള്ള ഒരു തന്ത്രം അങ്ങനെ പറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. എന്തോ ഇതിൻ്റെ പിന്നിൽ ഒരു ആസൂത്രിതമായ ഒരു ഘടന കാണുന്നുണ്ട്. അത് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നേപ്പാളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നേപ്പാളിലും കാണാൻ കഴിയുന്നത്. നേപ്പാളിൽ ഡിസ്കോഡ് വഴിയാണ് ഏറ്റവും കൂടുതൽ യുവാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തത്. പക്ഷേ നേപ്പാളിലൊരു ഒരു മറ്റ് ബംഗ്ലാദേശിൽ നിന്നും അതോടൊപ്പം തന്നെ ശ്രീലങ്കയിൽ നിന്നും ഉണ്ടായ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബംഗ്ലാദേശിൽ ഈ വയലൻസിലേക്ക് പോയതിന് ശേഷം ഒരു ചെറിയൊരു വിഭാഗം മാത്രമാണ് അവിടെ വയലൻസ് നടത്തിയെന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ജെൻസികളിൽ തന്നെ നല്ലൊരു വിഭാഗം യുവാക്കളും അല്ലെങ്കിൽ യുവതി മാറി ചിന്തിച്ചു തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബലേന്ദ്ര വരണമെന്നായിരുന്നവരുടെയൊക്കെ ആഗ്രഹം. ബലേന്ദ്ര എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യ വിരോധിയും കൂടെയാണ് മൂപ്പര്. അതിനുശേഷം ഈ ഡിസ്കോഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുണ്ട്. ഈ ഡിസ്കോഡ് പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ അത്യാവശ്യം ക്രിയേറ്റീവായിട്ടുള്ള കുട്ടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഗതി. അത് പലർക്കും അത് ജെൻസികളുടെ ഇടയിൽ തന്നെ പലർക്കും അറിയില്ല സാധനം. പക്ഷേ നേപ്പാളിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഡിസ്കോഡ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക. കാരണം ഡിസ്കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഡിസ്കോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ കണ്ടും കേട്ടും സംസാരിച്ചും ഒക്കെ നമുക്ക് നമ്മുടേതായ വർക്കുകളിൽ ഏർപ്പെടാൻ പറ്റും. അതാണ് ഈ ഡിസ്കോഡിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം. അപ്പോൾ ഈ ഡിസ്കോഡ് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിബന്ധത്തിലേക്ക് നയിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ ഡിസ്കോഡ് പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയുടെ സ്വാധീനങ്ങളും അതോടൊപ്പം തന്നെ അതുകൊണ്ടാണ് ഈ ഡിസ്കോഡിൻ്റെ ഒരു സ്വാധീനം ഉള്ളത് കൊണ്ടാണ് ഈ സുശീല കർക്കി അവിടെ പിന്നെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. കാര്യം അതിനകത്തുള്ള വോട്ടിങ്ങിലൂടെയാണ് വരുന്നത്. വോട്ടിംഗ് എന്ന് വെച്ചാൽ ഇതിനകത്ത് കൂടുതൽ ആൾക്കാരും ജെൻസികൾ കൂടുതലും ഈ 71 വയസ്സുള്ള ഈ സുശീല കർക്കിയെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. കാര്യം അവർ വളരെ എന്താ പറയുക, അഴിമതിയില്ലാതെ അഴിമതിക്കെതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതുകൊണ്ട് അവിടെയാണ് നേപ്പാളിലെ ജെൻസികളെ നമ്മൾ തിരിച്ചറിയേണ്ടത്. കാര്യം അവർ ഒരു ചെറുപ്പക്കാരിയോ അല്ല സജസ്റ്റ് ചെയ്തത്, മറിച്ച് ഈ അഴിമതിയില്ലാത്ത നീതിപൂർവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ ഈ ജെൻസികളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നേപ്പാളിലെ ഏറ്റവും വലിയൊരു
ഈ ഡിസ്കോഡിലൂടെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അവിടുന്ന് നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഗതി. പക്ഷെ ഇവിടെയൊക്കെ ഈ സംഗതി ഈ പറഞ്ഞതുപോലെ ഈ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ പതുക്കെ കൊണ്ടുവരിക. ഈ ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേങ്കിൽ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നവർ പോലും അറിയണമെന്നില്ല. മനസ്സിലായില്ല, അവർ തന്നെ ചിലപ്പം അവരുടെ യുക്തിക്ക് തോന്നുന്ന രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ ചില ഡിസൈനുകൾ ഉണ്ടെന്നുള്ളത് അവർ പോലും അറിയത്തില്ല. അപ്പോൾ ഉദാഹരണത്തിന് വളരെ പെട്ടെന്ന് പ്രത്യക്ഷമായിട്ട് അനീതിയായിട്ട് വന്ന സംഭവത്തിനെതിരെ പ്രതികരിക്കുക, അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനീതികളെ കംപ്ലീറ്റ് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരുമ്പോഴത്തേക്ക് അനീതിക്കെതിരെ പ്രവർത്തിക്കുന്നവരെല്ലാം കൂടെ അനീതി സഹിക്കാൻ വയ്യാത്തവർ അതിനെതിരെ സംസാരിക്കുന്നു. ഈ സംഭാഷണം ഒരു ഇങ്ങനെ ഉരുണ്ടുകൂടി ഒരു അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ പൊന്തി വരുന്നു. എന്നിട്ട് ഇത് പൊട്ടുന്നത് പോലെ ഒരു ഘട്ടത്തിൽ ഇത് പൊട്ടിക്കുന്നു. ഏതാണ്ടൊരു സമാനമായ ഒരു സംഗതി ഇപ്പം നമ്മുടെ നാഷണൽ മീഡിയ എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹിന്ദു മുസ്ലിം ഒരു അടുപ്പത്തിലേക്കല്ല നമ്മളുടെ ചർച്ചകൾ പോകുന്നത്. എല്ലാം അകലത്തിലേക്ക്, ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അകലത്തിലേക്ക് കൊണ്ടുപോകുന്ന ചർച്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവന്നു. ഒരു ചെറിയൊരു സംഭവം കിട്ടിയപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 10 വർഷം BJP ഗവൺമെൻറ് വന്നതിന് ശേഷം എടുത്ത് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി ക്ലാഷസ് ഒന്നും രാജ്യത്തുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു സംഗതി ഉണ്ടാവുന്നത്, അതും ചിലപ്പോൾ ഏതെങ്കിലും ചില അജണ്ടകൾ അതിൻ്റെ പിന്നിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തീർത്ത് ഒന്ന് നിഷേധിക്കാനോ നമ്മുടെ മുമ്പ് തെളിവുകളില്ല. പക്ഷേ ഈ ഒരു പാറ്റേൺ ഇതിനകത്ത് കാണുന്നുണ്ട്. കാര്യം അതിനനുകൂലമായൊരു സാഹചര്യമാണ്. കാരണം BJP ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല എന്നുള്ള ഒരു നറേറ്റീവ് സമൂഹത്തിൽ ഇങ്ങനെ പൊതു ചർച്ചകളിലൂടെ വരുന്നുണ്ട് സംഗതി. സത്യത്തിൽ അത്തരം ചർച്ചകൾ പോലും സാമൂഹികമായി ഗുണമല്ല ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇത്തരം ഈ വിഷയങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പം ഈ ഉത്തർപ്രദേശിലെ ഒരു ശ്രമത്തെ ആ ഭരണകൂടം തന്നെ ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറഞ്ഞ് നമുക്ക് നിർത്താം അല്ല? ഭരണകൂടം ഒന്നും ഇല്ലാതാക്കിയ സാധനം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർശനമായ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. മാത്രം അതല്ലെങ്കിൽ അത് വല്ലാത്ത തലത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടുമായിരുന്നു. കാര്യം വിശേഷിച്ചും ഈ നവരാത്രി ഇതും കൂടെയാണ്. അതെ അതെ, ഇവിടെ എല്ലാം ഈ സെന്റിമെന്റ്സ് ആണല്ലോ കിടന്ന് കളിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.